ഹായ്, ഞാൻ സൂര്യ സ്കിൻ ഹെയർ മേക്കപ്പ് കുമാരപുരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കളറിംഗ് ആണ്. ഇപ്പം നേരത്തെ നമ്മൾ പ്രഭയുടെ മുടിയിൽ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പ്രഭ? എത്ര മാസമായിട്ടുണ്ടാവും? 6 months ആയിട്ടല്ലേ? അപ്പൊ നമ്മൾ ചെയ്തത് അന്ന് റെഡ് അല്ലായിരുന്നോ? റെഡ് ഉണ്ടായിരുന്നു, പക്ഷെ ആ റെഡ് പോയി, അതിന്റെ ഒരു അണ്ടർലൈൻ കളർ മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പൊ? അപ്പൊ നമ്മൾ അതിനെ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒന്ന് റീടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈലൈറ്റ്സ് ചെയ്തെടുത്ത് മാത്രമാണോ? അല്ല, ഫുൾ ഗ്ലോബൽ ചെയ്യാം. ഗ്ലോബൽ ചെയ്യുമ്പം ഈ അണ്ടർലൈൻ ഈ ഇങ്ങനത്തെ കുറച്ച് കളർ ചേഞ്ച് ഉണ്ടല്ലോ, അവിടെ കുറച്ചും കൂടെ റെഡിന് വൈബ്രൻസി കിട്ടും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സട്ടിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കാരണം പ്രഭയ്ക്ക് അറിയാമല്ലോ, 20 വോളിയത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളർ എടുത്ത് കാണിക്കില്ല, വളരെ കുറച്ചേ കാണിക്കുള്ളൂ. നമ്മൾ ക്ലാസിക് 4 സെക്ഷൻസ് ആണ് എടുക്കുന്നത്. മുടി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പം ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടുള്ളത് ചെയ്താൽ നല്ലതായിരിക്കും. പ്രോഡക്റ്റ് കളർ പ്രൊട്ടക്ഷൻ്റെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണം. നമ്മൾ 4 സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കളർ മിക്സ് ചെയ്യാൻ പോവാണ്. കളർ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ വെയിങ് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത്. ഗ്രാമാണ് പ്രോഡക്റ്റ് എടുത്തത്. അതുപോലെ തന്നെ 60 ml ആണ് അതിനകത്തുള്ള ഡെവലപ്പർ മിക്സ് ചെയ്യുന്നത്. മിക്സിങ് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ മിഡ് ലെങ്ത് മുതലാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇമൾസിഫൈ ചെയ്യണം പ്രോഡക്റ്റിനെ. പിന്നെ മേളിലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കയ്യിൽ കുറച്ചധികം പ്രോഡക്റ്റ് ഇരിക്കുന്നതിന് മാത്രം ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. റൂട്ടിലോട്ട് നമ്മൾ ഈ റെഡ് കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കും. അതായത് റൂട്ടിൽ നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് ഫാസ്റ്റ് ആവും. അപ്പോൾ ഈ താഴെ വരുന്ന കളറിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് റൂട്ടിൽ കളറിനെ കാണാൻ പറ്റും. അത് കുറച്ച് വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടിലോട്ട് റെഡ് കളറിന് അപ്ലൈ ചെയ്യാത്തത്. പിന്നെ ഓരോ ടൈപ്പ് ഹെയറിന് അപ്ലൈ ചെയ്യാനും ഓരോ ടെക്നിക്ക് ഉണ്ട്. ഇപ്പം പ്രഭയുടെ മുടിയിൽ വിർജിൻ ഹെയർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം താഴോട്ടുള്ള ഹെയർ വിർജിൻ ഹെയർ അല്ല, പക്ഷെ എന്നാലും നമുക്ക് മേളിൽ ചെയ്യുന്നില്ല, റൂട്ടിൽ ചെയ്യുന്നില്ല. റൂട്ടിൽ രണ്ടാമതാണ് ചെയ്യുന്നത്. 15 minutes വെയിറ്റ് ചെയ്തിട്ട് വേറെ റെഡ് ഇല്ലാത്ത ഒരു കളറാണ് അടിക്കാൻ പോകുന്നത്. ഇത് ഗ്ലോബൽ ആയതുകൊണ്ടാണ് നമ്മൾ ഫോയിലൊന്നും യൂസ് ചെയ്യാത്തത്. ചില ക്ലയൻസ് ചോദിക്കാറുണ്ട്, റെഡ് ചെയ്യുമ്പോൾ ബ്ലീച്ച് ഉപയോഗിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിഡേഷനൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്സിഡേഷനിൽ നമ്മുടെ ഒരു ലെവൽ 4 വരെ, അതായത് പിന്നെ ബ്ലാക്ക് ഹെയർ, ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, അങ്ങനെയൊക്കെ കളേഴ്സ് ഉണ്ടല്ലോ. അതിൻ്റെ എല്ലാം അണ്ടർലൈൻ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് അല്ലേ? റെഡ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു റെഡിനെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അണ്ടർലൈൻ പിഗ്മെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അതിന് നമ്മൾ ബ്ലീച്ച് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോയി ഓറഞ്ചോ യെല്ലോയോ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഓറഞ്ചോ യെല്ലോയോ ആക്കിയാലും റെഡ് കളർ പിടിക്കും, പക്ഷെ ലാസ്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് ഒലിച്ചു പോകും. ബ്ലീഡ് ചെയ്യുന്ന കളറാണ് റെഡ്. അപ്പം ആ ഒരു അണ്ടർലൈൻ പിഗ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ക്ലയൻറ്റിനോട് ഇനി നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ ഇത്രയും ടെക്നിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുമോ എന്നുള്ളത് അറിയില്ല.
ഇത് പിന്നെ അമോണിയ കളറാണ്, സ്മെല്ല് വരുന്നുണ്ടല്ലോ. നമുക്ക് മിക്ക ഫാഷൻ കളേഴ്സും വരുന്നത്, അതായത് ഹൈ ലിഫ്റ്റിംഗ് ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അതായത് 12 സീരീസിൽ വരുന്നത്, പിന്നെ ലോറിയലിന്റെ 900S അങ്ങനെയൊക്കെയുള്ള കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അമോണിയ കളേഴ്സ് തന്നെയാണ്. പിന്നെ അതിനൊന്നും ബ്ലീച്ചിന്റെ ആവശ്യമില്ല, അതൊക്കെ ഡയറക്റ്റ് കളേഴ്സ് ആണ്. നമ്മൾ ഫോയിൽ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയ കളേഴ്സ് ആണ് അതെല്ലാം. അതായത് നമുക്ക് 12.1 എന്ന് പറയുന്ന കളറുണ്ട്, 12.1, 12.3, 12.5 ഉണ്ട്, 12.7 ഉണ്ട്, പിന്നെ 900S എന്ന് പറയുന്ന കളർ, 13, അങ്ങനെയൊക്കെയുള്ള കളേഴ്സൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോയിൽ ടെക്നിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പർ 30 ആയിരിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് 900S മാത്രമേ നമുക്ക്, പിന്നെ 13-ലുമാണ് ഒരു 40 വോളിയത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം 30 വോളിയത്തിലാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഒരുപാട് ലിഫ്റ്റിംഗ് വേണ്ട എങ്കിൽ നമുക്ക് 20 വോളിയം കൊടുക്കാമോ? ഒരുപാട് ലിഫ്റ്റിംഗ് വേണ്ടെങ്കിൽ, എന്നാലും പക്ഷെ ആ ഒരു കളർ കാണണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 30 വോളിയം വേണം. കാരണം നമ്മുടെ ഹെയർ കുറച്ച് ഡാർക്ക് ആണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ സൗത്തിലോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്ക് ഹെയർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹെയറിന് കുറച്ചൊന്ന് വിസിബിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ 30 വോളിയത്തിലാണ് നല്ലത്. 40 വോളിയത്തിൽ ചെയ്താലുള്ള കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് ഫെയ്ഡായി പോകും. റിസൾട്ട് പെട്ടെന്ന് കിട്ടും, പക്ഷെ ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കളറിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം, ഓരോ ട്യൂബിനും ഓരോ പ്രോസസ്സിങ് ടൈമാണ്, അതനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ചിലതിന് 40 മിനിറ്റ്സ് ആയിരിക്കും, ചിലതിന് 35 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ പ്രഭയ്ക്ക് ടൈറ്റ് കേൾസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ലൂസ് കേൾസ് ചെയ്ത് നോക്കുകയാണ്. അപ്പം കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്കിൽ വരും മുടി. ഈ കേൾസ് റിലീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഒരു ഹോൾഡ് ഫാക്ടർ 4-5 ഒക്കെ ഉള്ളത് യൂസ് ചെയ്താൽ തന്നെ മതിയായിരിക്കും. കാരണം ഇത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കളർ ചെയ്തിട്ട് ആ ഒരു കളറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹെയർ കളർ ഫിനിഷ് ആയിട്ടുണ്ട്, ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോങ്സ് വെച്ചിട്ട് ലൂസ് കേൾസാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കളർ നന്നായിട്ട് കാണാനുണ്ട്. ആ റെഡ് കളർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടായിരുന്നു, അതിൻ്റെ മേളിൽ റെഡ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൈറ്റിൽ നോക്കുമ്പോഴായിരിക്കും റെഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇഷ്ടപ്പെട്ടോ പ്രഭയ്ക്ക്? 100% സാറ്റിസ്ഫൈഡ്? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറൊരു എപ്പിസോഡുമായിട്ട് പിന്നെയും കാണാം. താങ്ക് യു, ബൈ.